ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ ഓക്കെ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ആരാണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് മാനസിക സന്തോഷങ്ങൾ തന്ന, നിങ്ങൾ ഒരുപാട് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആകർഷണം തോന്നിയിട്ടുള്ള ഒരു വ്യക്തി. ചിലപ്പോൾ അത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിലാകാം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു കഴിവിലാകാം. വാട്ടെവർ, അത് നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ എന്ത് കാര്യമാണെന്ന്. അത് നിങ്ങൾ ഒരുപാട് മനസ്സിന് സന്തോഷം തന്നിട്ടുണ്ട്. പക്ഷെ ആ മാനസിക സന്തോഷം അത് ഒരുപാട് കാര്യങ്ങളിലോട്ട്, എത്രത്തോളം ഒരു മാനസിക സന്തോഷം തന്നോ അത്രത്തോളം മാനസികമായിട്ട് വെല്ലുവിളികളും നിങ്ങൾക്ക് തന്നു. അതായത് മാനസിക ബുദ്ധിമുട്ടിലോട്ട് കൊണ്ടുപോയി. നിങ്ങളുടെ കാര്യങ്ങൾക്ക്, നിങ്ങളുടേതായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ ടോട്ടലി നിങ്ങളുടെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളായിരിക്കാം, നിങ്ങളുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള കോൺസെൻട്രേഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ചിന്തകൾ പലത്, ടോട്ടലി ഉള്ള എല്ലാം നിങ്ങളുടേതായിട്ടുള്ള പരിപാടികൾ ഒന്ന് തകിടം മറിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പലവിധ വാഗ്ദാനങ്ങളൊക്കെ തന്ന, അല്ലെങ്കിൽ പലവിധ മോഹഭംഗങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന വ്യക്തി അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിനെ വരെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്. ആ ഒരു കാര്യവും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. രണ്ടാമത് ചിന്തിക്കുന്നത്, അതായത് ഇവിടെ രണ്ടാളുകൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുനിന്ന് ഈ വ്യക്തിയെ അകറ്റിയ ഒരു കാരണക്കാരനായിട്ടുള്ള, അല്ലെങ്കിൽ കാരണക്കാരിയായിട്ടുള്ള ഒരു ആളും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം ആ ആള് മുഖേനയാണ് നിങ്ങൾക്ക് ഒരു മാനസികമായിട്ടൊരു, അയ്യോ ഇതൊരു തലവേദനയായല്ലോ, ഇതൊരു വയ്യാവേലി ആയല്ലോ, എൻ്റെ ലൈഫ് ബുദ്ധിമുട്ടിലായല്ലോ, എൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിന് ഇങ്ങനെ ഒരാൾ കാരണമായല്ലോ എന്ന് നിങ്ങൾക്കൊരു സമയത്ത് തോന്നി, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. മനസ്സിലായോ? കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവനും ഒരു ശക്തി പകരും എന്ന് തോന്നിയ, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ആളെ ആണ് ഈ കാരണക്കാരൻ, അല്ലെങ്കിൽ ഈ കാരണക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. കാരണം ഈ വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം, നിങ്ങളുടെ ഏകദേശം ജീവിതത്തിലെ ഒരു 99% കാര്യങ്ങൾ ശരിയാവും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നേടാമെന്നുള്ള ഒരു ധൈര്യമുണ്ട്. ഈ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടാം, എന്തും എവിടെയും പിടിച്ചു നിൽക്കാം, അങ്ങനെയുള്ള ഒരു ധൈര്യമുണ്ട്. എന്ത് പരിപാടിക്കും എനിക്കത് കുഴപ്പമില്ല, ഞാനത് നേടും. പക്ഷെ ആ ഒരു ധൈര്യം, ആ ഒരു പർട്ടിക്കുലർ ഒരു സാധനം നമ്മളുടെ ജീവിതത്തിൽ വേണ്ട ഒരു വലിയ ഒരു കാര്യത്തിനെയാണ് എടുത്തോണ്ട് പോയത്. ഈ കാരണക്കാരനും കാരണക്കാരിയും ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഒരു സമയത്ത് നിങ്ങളെ വളരെയധികം നല്ല രീതിയിൽ മോഹിപ്പിച്ചോണ്ട് പോയ ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അല്ലാന്നുണ്ടെങ്കിൽ
ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ മോഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതോ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആകർഷണപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം. ഇപ്പൊ പെട്ടെന്ന് ഒരാളോട് എല്ലാവരോടും നമുക്ക് ലവ് അഫെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നില്ലല്ലോ. ചില പർട്ടിക്കുലർ വ്യക്തികൾക്ക് എന്തെങ്കിലും നമ്മളുടെ കണ്ണിൽ കാണുന്ന എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിന്റെ അകത്തൊരു പോയിന്റ് ആയിട്ട് ചിലപ്പോൾ ഒന്ന് തോന്നും. അപ്പൊ അവരോട് നമുക്ക് പെട്ടെന്നൊരു ആകർഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നും. അങ്ങനെയൊക്കെ തോന്നി അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം വരുന്നത്. ചില ആളുകൾക്ക് ഇത് ഹസ്ബൻഡ് വൈഫ് അങ്ങനെയുള്ള ഒരു പൂർണ്ണത വന്ന, അല്ലെങ്കിൽ കുട്ടികൾ ഉൾപ്പെടുന്ന പൂർണ്ണതയിലെത്തിയ ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റലായിരിക്കാം. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്കോ നിങ്ങളുടെ ഈ വ്യക്തിക്കോ കുട്ടികളോ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈ രണ്ട് മച്ചം പീസും ആണ് നിങ്ങളെ ഈ നിമിഷം ചിന്തിക്കുന്നത്. ചില ആളുകൾക്ക് ഇതൊരു നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് എത്തേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്തെങ്കിലും പരിപാടികൾ ഒപ്പിക്കുമോ, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ നിങ്ങൾ ഒപ്പിക്കുമോ, ഭാവിയിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ രണ്ട് ടീമും ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവോ? നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ആ ബുദ്ധിമുട്ടുണ്ട്, ഈ തേർഡ് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ? ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുമോ? ഇല്ല. പിന്നെയും മനസ്സിൻ്റെ അകത്തൊരു ടെൻഷൻ. ചെയ്യോ? നിയമപരമായിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ഒപ്പിക്കുമോ? അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഈ പേഴ്സണേക്കാളും കൂടുതൽ തേർഡ് പാർട്ടിക്കാണ് എന്തെങ്കിലും പരിപാടികളൊക്കെ, അതായത് നിയമപരമായിട്ടായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിക്കോട്ടെ, ഇവരെ തകർക്കുന്ന രീതിയിൽ ഇവരിങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് ഇങ്ങനെ വിനോദപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആഘോഷപൂർവ്വം പാറിപ്പറന്ന് നടക്കുന്ന ആളുകളാണ്. എത്ര പാറിപ്പറന്ന് നടക്കുന്ന, എത്ര ഉയർന്നു പൊങ്ങി നടക്കുന്ന ആളുകളാണെങ്കിലും, എത്ര പറവകളാണെങ്കിലും, പരുന്താണെങ്കിലും ദാഹിച്ച വെള്ളം കുടിക്കാനായിട്ട് താഴെ ഇറങ്ങണ്ടേ? ഇറങ്ങാൻ വേണ്ടേ? ദാഹിച്ച വെള്ളം കുടിക്കാൻ താഴെ ഇറങ്ങണം. അത് പ്രകൃതി നിയമവും, അല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പൊ ചെയ്ത പരിപാടികൾക്കൊക്കെ കൈനീട്ടി മേടിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു പേടിയുണ്ട്. എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുവോ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുവോ, നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്താം, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതാക്കി വെക്കാം. അങ്ങനെയുള്ള ഐഡിയാസ് പരമായിട്ട് രണ്ടുപേരും കൂടി, അതായത് ഈ തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളിലൊക്കെ കൂടി ഇങ്ങനെ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളുടെ ആള്. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരു ടെൻഷൻ. ചെയ്യോ, വരുവോ, പോവോ, എന്താണ് ഇങ്ങോട്ട് നൈസായിട്ട് പോകുന്ന പല കാര്യങ്ങളും തടസ്സം വരുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നുണ്ടോ? എനിക്കെന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പൈസയുടെ ബുദ്ധിമുട്ടുകൾ വരുമോ? മാനഹാനി വരുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ഇനി ആരുടെ അടുത്തുനിന്ന് ഇവർക്ക് പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചില ആളുകളുടെ തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ നിങ്ങളും അതുപോലത്തെ ഉള്ള പരിപാടികളൊക്കെ ചെയ്ത് ഇവരെ തകർക്കാൻ നോക്കുവോ? ഇനി ഇവരുടെ, അതായത് ഇനി തേർഡ് പാർട്ടിക്ക് അങ്ങനത്തെ ഒരു പേടിയും ഉണ്ട്. പിന്നെ ഇവരെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് പ്രവർത്തിച്ച് ഇനി ഇവര് ചെയ്ത പോലത്തെ പരിപാടികൾ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഇവര് ചെയ്തു വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ നിങ്ങളും ചെയ്ത് ഈ പേഴ്സൺ എടുത്തോണ്ട് പോകുമോ? ടോട്ടലി കൺഫ്യൂഷൻ. പുറമേ അങ്ങനെയൊന്നും കാണിക്കൂല, പക്ഷെ നല്ല രീതിക്ക് ഒരു പേടിയുണ്ട്, ടെൻഷൻ. ഒരു പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരുന്നുണ്ടാകാം, പല കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടാകാം. പ്ലാൻ ചെയ്യുന്ന പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങളൊക്കെ പോകുന്നത്. നിങ്ങളെ കൊണ്ടായിരിക്കുമോ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരാനുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് രണ്ടുപേരും കൂടി എന്താ പറയാ ഒരു എത്തും പിടുത്തം ഇല്ലാത്തുള്ള പരിപാടികൾ, അല്ലെങ്കിൽ ഭയങ്കര പ്ലാനിങ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഇവർക്ക് ഈ തേർഡ് പാർട്ടിക്കാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളില്, മറ്റുള്ളവരുടെ അവസ്ഥകളില് അത് അവരുടെ അടുത്തുനിന്ന് പല കാര്യങ്ങളും എടുത്തോണ്ട് പോകാം. പക്ഷെ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ആരും ഒരു സാധനം എടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള മൈൻഡ് ഉണ്ട്. കാരണം വിഷമങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ളവരല്ല. ഈ തേർഡ് പാർട്ടിയും അങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സണും അങ്ങനെയാണ്.
മറ്റുള്ളവരുടെ അടുത്തുനിന്ന് പല കാര്യങ്ങളും എടുത്തോണ്ട് പോകും. അപ്പൊ അവർക്ക് അത് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് അത് ബാധിക്കുമോ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ അവർ ഇത്രയും നാള് കൊണ്ടു നടന്നിരുന്ന സന്തോഷങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ഒന്നും ചിന്തിക്കാതെ പല കാര്യങ്ങളും ചെയ്തൊരു തേർഡ് പാർട്ടിയാണ്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നതും, അതായത് നമ്മൾ ഒരു ആളുടെ അടുത്ത് കളിപ്പാവയായിട്ട് നിന്നു കൊടുക്കുക, അങ്ങനെയുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്തത്. അതായത് നമ്മളിങ്ങനെ താക്കോലിട്ട് തിരിക്കുമ്പോൾ ചില ടോയ്സ് ഇങ്ങനെ കൈകൊട്ടൂലേ, അതുപോലെ അപ്പൊ അവരുടെ ഇഷ്ടത്തിന് നിന്നു കൊടുത്ത് പണികൾ മേടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ നിന്നു കൊടുത്തു. അപ്പൊ എന്നെ ഓർത്തൊരു ആളുണ്ട്, അല്ലെങ്കിൽ എന്നെ ഓർത്തൊരു കുടുംബം ഉണ്ട്, അല്ലെങ്കിൽ എന്നെ ഓർത്ത് ഇത്രയും നാൾ എന്നെ നോക്കിയ ആളുകളുണ്ട്, എന്നെ ഓർത്ത് അങ്ങനെ നിൽക്കുന്ന, ഞാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ആളുകളെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പല കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതെന്നുള്ള ബോധം നിങ്ങളുടെ പേഴ്സണും ഇല്ല. അങ്ങനെയുള്ള മച്ചം പീസൊക്കെയാണ് ഈ നിങ്ങളെ ചിന്തിക്കുന്നത്. ഓക്കെ അതായത് നിങ്ങൾ തമ്മിൽ, അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ വീണ്ടും ഒരു റിലേഷൻഷിപ്പ് ആകുമോ എന്നുള്ളൊരു ടെൻഷൻ, അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങൾ വീണ്ടും ഒരു ബന്ധത്തിൽ കൂടി പോകുമോ, നിങ്ങൾ അതായത് ഈ തേർഡ് പാർട്ടിക്ക് ഈ നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിക്ക് സംശയങ്ങൾ കാര്യങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടാകാം. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യതിചലനം ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളോട് അടുപ്പം കാണിക്കുമോ, നിങ്ങളുടെ അടുത്ത് വീണ്ടും വരുമോ, നിങ്ങളുമായിട്ട് വീണ്ടും പഴയ പോലെയൊക്കെ പോകുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. ആ ഒരു കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ചിന്തയാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള കാര്യം, ഈ തേർഡ് പാർട്ടി ആയിട്ട് എന്തെങ്കിലും ഒരു സോപ്പിടല് സംസാരങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അധികം അടുപ്പിക്കാതിരിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൺവേഴ്സേഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ സോപ്പിടാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു എന്തെങ്കിലും ഒരു സംസാര പരിപാടികൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടുക. കാരണം ഇത് ഉദ്ദേശങ്ങൾ വേറെയാണ്. അപ്പൊ അതൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്കത് നല്ലതിനല്ല, അതൊരു ചീത്ത പരിപാടികൾക്ക്, നിങ്ങളുടെ ജീവിതത്തിന് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടികൾക്കാണ്. കാരണം ഇത് ഒരു കൺവേഴ്സേഷൻ, അല്ലെങ്കിൽ ഒരു കൺവേഴ്സേഷന്റെ പരിപാടികളിലോട്ട് ഇത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ഇത്തിരി നല്ല രീതിക്ക് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങളും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ എത്ര പുറമേ ഇങ്ങനെ ദേഷ്യക്കാരായിട്ട് പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉള്ളില് ഇത്തിരി സ്നേഹം കാണിക്കുന്ന ആളുകളോട് കുറച്ചൊന്ന് ഓവർ ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അവസരങ്ങൾ അവർ മുതലെടുക്കും എന്നുള്ള ഒരു ചിന്ത മനസ്സിൻ്റെ അകത്ത് വരുത്തുക. ആവശ്യമില്ലാതെ അവരോടുള്ള ഒരു കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തുക. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വീണ്ടും എന്തെങ്കിലും ഒരു പരിപാടി, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, കോളിംഗ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള, എന്തെങ്കിലും ഒരു നിബന്ധനകൾ മുന്നോട്ട് വെച്ചുള്ള പരിപാടികൾക്ക് വീണ്ടും ഒരു തുടക്കം കുറിക്കാനോ പല പരിപാടികൾക്കോ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വന്നും പോയും ഇരിക്കുന്ന ആളുകളാണ്. അതായത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ മാക്സിമം മൂവ് ഓൺ ചെയ്ത് ചിലപ്പോൾ ഏകദേശമൊക്കെ എല്ലാ പരിപാടികളൊക്കെ മറന്ന്, ഏകദേശം പല പരിപാടികളും പണ്ട് അനുഭവിച്ചിരുന്നതിനേക്കാൾ ഏകദേശം ഒന്ന് ലിറ്റിൽ ബിറ്റായിട്ട് റിക്കവേർഡായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് വരുമ്പോൾ ഹലോ തോണ്ടി വിളിക്കും. അപ്പൊ നിങ്ങളെ മൈൻഡ് ചെയ്യില്ല. പിന്നെയും തോണ്ടി വിളിക്കും, മൈൻഡ് ചെയ്യില്ല. പിന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കുമായിരിക്കും. പിന്നെ അവരെന്തെങ്കിലും തക്കിട തരികിട പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വീഴും. പിന്നെ നിങ്ങളുടെ പേഴ്സന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ
നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ അവരുടെ ട്രാക്കിലോട്ടായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും അതേപടി വരും പോകും അങ്ങനത്തെ ഒരു എനർജി ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ സോപ്പിട്ടൊക്കെ സംസാരിച്ച് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കി അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സംശയമാണ് ഞാൻ നല്ല നീറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ല അടിപൊളി പൊളി മച്ചാനാണ് ഞാൻ നല്ല പൊളി മച്ചമ്പിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ചോദിക്കാൻ ചെല്ലുന്നത് നിങ്ങള് വാദി പ്രതിയാകും, നിങ്ങൾ കുറ്റക്കാരനോ കുറ്റക്കാരിയാകും. അവര് നല്ല നല്ല രീതിയിലുള്ള അവരുടെ അത്രയും ഈ ലോകത്ത് നല്ലൊരു മനുഷ്യനോ മനുഷ്യത്വോ ഇല്ല എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുകയും ചെയ്യും. ഒന്നല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആളുകൾ എബ്രോഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എബ്രോഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോ ഇവരോ ആരെങ്കിലും ഒക്കെ ട്രാവലിംഗ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് ട്രാവലിംഗ് ചെയ്തുകൊണ്ടായിരിക്കാം. ഈ ആളുകളാണ്, ഈ രണ്ടു പേരാണ് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് തേർഡ് പാർട്ടിനോടുള്ള കൺവേഴ്സേഷൻസ് ഒന്ന് ഒഴിവാക്കുക. കാരണം പുറമേ കാണിക്കുന്ന ദേഷ്യങ്ങളോ കാര്യങ്ങളോ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്, അല്ലാതെ നിങ്ങൾ ഒന്നുമില്ല. ഒന്ന് ഒരു സോപ്പിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരോട് ഇത്തിരി ഓവർ ഷെയറിങ്ങും എല്ലാം സംസാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾ ഇത്രയും നാള് നിങ്ങൾ കൂട്ടി വെച്ചിരുന്ന ദേഷ്യവും വെറുപ്പൊക്കെ അലിഞ്ഞില്ലാതാവുന്ന പരിപാടികളൊക്കെ കാണിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് വരുന്ന ഒരു കെണിയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, അതായത് ഹീലിംഗ് എനർജി, മാനിഫെസ്റ്റേഷൻ, ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച്, ക്ലിയർ, ക്യാൻസൽ ആൻഡ് റിലീസ്, ഡു ദ വർക്ക്. ഇതെപ്പോഴും വരാറുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യാത്ത, അതായത് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പല പരിപാടികളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറാതിരിക്കുക. അല്ലെങ്കിൽ അത് എനിക്ക് വയ്യ, എൻ്റെ മനസ്സ് ശരിയല്ല, എനിക്ക് പിന്നെ ഞാൻ ചെയ്യാം, ഞാൻ നാളെ ചെയ്യാം, മറ്റന്ന് ചെയ്യാം, അതിന്റെ പിറ്റേന്ന് ചെയ്യാം, അങ്ങനെ പറഞ്ഞ് പിറ്റേന്ന് പറഞ്ഞ് കാലങ്ങൾ അങ്ങനെ പോകും, വർഷങ്ങളും പോകും. ഇതിപ്പോ ഒക്ടോബർ ആകാറായി, 2024 ഒക്ടോബർ. അങ്ങനെ സമയങ്ങൾ കഴിഞ്ഞു പോകും. അങ്ങനെ ചെയ്യലൊക്കെ പറഞ്ഞു 2050. ഓക്കെ, അപ്പൊ അത് ചെയ്യേണ്ട പരിപാടി ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. വ്യക്തത വരുത്തേണ്ട കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ട അതേ സമയങ്ങളിൽ വരുത്തുക. നമുക്ക് ഉള്ളിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റി നമ്മളത് മനസ്സിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു വ്യക്തത കൊണ്ടുവരിക. ഹീലിംഗ് എനർജി, അതായത് ഹീലിംഗ് ആയിട്ട് മനസ്സിനോ ശരീരത്തിനോ ബുദ്ധിമുട്ടുകൾ കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വ്യക്തതകളൊക്കെ വരുത്തി, ഇപ്പൊ ഒരു ട്രാവലിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ ട്രാവലിംഗ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ കൂടെ പോകാനുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോവുക. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ആളുകളുടെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുക. മനസ്സിലായോ? അല്ലാതെ എപ്പോഴും എനിക്ക് അങ്ങനെ സംഭവിച്ചു, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ലൈഫ് തന്നെ വേസ്റ്റ് ആണ്. പാസ്റ്റ് എനർജിയിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള വിഷമങ്ങളും വേദനകളും നമ്മൾ 24 മണിക്കൂറും ചിന്തിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒരു എന്താ പറയാ, മഹാരോഗത്തിനേക്കാളും ബുദ്ധിമുട്ടാക്കി നമ്മളെ തളർത്തിക്കളയും. അപ്പൊ അതൊക്കെ ഒന്ന് വിട്ടേക്കാണ്. ക്ലിയർ, ക്യാൻസൽ ആൻഡ് റിലീസ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. ഓക്കെ, മാനിഫെസ്റ്റേഷൻ, ആവശ്യമുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് തൻ്റെ അടുത്തോട്ട് ആകർഷിച്ച് കൊണ്ടുവരാതിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക പല കാര്യങ്ങളും. നെഗറ്റീവിലോട്ട് പോയി കഴിഞ്ഞാൽ നെഗറ്റീവിലോട്ട് പോകും. ഓക്കെ, മറ്റുള്ളവർക്ക് നെഗറ്റീവ് നടക്കണം എന്ന് മനസ്സിൻ്റെ അകത്ത് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും ഒക്കെ വിട്ടുകളയുക. ഇപ്പൊ കമന്റിൽ വരും ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. അത് നമുക്കിവിടെ എനിക്കുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ചെയ്യുക.
മറ്റുള്ളവർ കർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനുള്ള ആ ഒരു കർമ്മഫലം അവർ അനുഭവിച്ചോളും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ നല്ലത് ചെയ്യുക, നമുക്ക് നല്ല ഒരു ഫലം നമുക്ക് പ്രപഞ്ചം തരും. മറ്റുള്ളവരുടെ കാര്യത്തിന് നമ്മൾ ഉത്തരവാദിയല്ല. അവരുടെ ചിന്തകൾക്കോ അവരുടെ കാര്യങ്ങൾക്കോ നമ്മൾ ഉത്തരവാദികളല്ല. അവർ ചെയ്യുന്നതിന്റെ കർമ്മഫലം അവർക്ക് പ്രപഞ്ചം അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.